السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു അകറ്റി തരട്ടെ. ഒരുപാട് ആളുകൾ പല ദിക്കുകളിൽ നിന്നായി, പല സ്ഥലങ്ങളിൽ നിന്നായി നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളെ മജ്ലിസിൽ ചൊല്ലുന്ന ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളെ മജ്ലിസിൽ ചൊല്ലുന്ന സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളെ മജ്ലിസിൽ ചൊല്ലുന്ന ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. എല്ലാവർക്കും സമാധാനം നൽകണേ അല്ലാ. എല്ലാവർക്കും റാഹത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാ, ആമുഖങ്ങളായി കൂടുതൽ സംസാരിക്കാതെ ഡയറക്റ്റായി നമ്മളെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി മജ്ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. وإلى حضرة سيدنا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة أجمير خواجة قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة قطب العالم سيم ولي الله المدبولي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خضر عليه السلام الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇൻഷാ അല്ലാഹ്, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, വല്ലുപ്പ വല്ലുമ്മമാരുണ്ട്, അയൽവാസികളുണ്ട്, അതുപോലെ തന്നെ പലരുടെയും മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമുക്കൊരു ഫാത്തിഹ ഓതാം. വൈലാ ഹളറത്തി മമ്മാതു മിന്നാ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഓതിയ ഫാത്തിഹ സൂറത്തിന്റെ മിസ്ൽ സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. അവരെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അവരെ ഖബർ റാഹത്തിലാക്കി
ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, സമാധാനത്തിലാക്കണേ അല്ലാ. ഫാത്തിഹ സൂറത്തുകളുടെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ഓതിയ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിലെ സർവ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ, ഞങ്ങളെ വേദനകൾ അകറ്റിത്തരണേ അല്ലാ, ഞങ്ങളെ ടെൻഷനുകൾ അകറ്റിത്തരണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലാൻ പോവുകയാണ്. നമുക്കറിയാം സ്വലാത്തുൽ ഫാത്തിഹ് സ്വലാത്തുകളുടെ കൂട്ടത്തിൽ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി സ്വലാത്ത് ചൊല്ലുക, നമ്മൾ ആവശ്യങ്ങളൊക്കെ മനസ്സിൽ കരുതുക, പ്രയാസങ്ങളൊക്കെ മനസ്സിൽ കരുതുക. അതിലുപരി ഹബീബായ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണണം, മക്കയിൽ ചെല്ലണം, റസൂലുള്ളാഹിനോട് സലാം പറയണം. ഇതായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അള്ളാഹു സ്വീകരിക്കട്ടെ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق
والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم.
اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കി തരണേ അല്ലാ. മക്കയും മദീനയും കാണാൻ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറ ചെയ്യാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന നല്ലവരായ പാവപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാരുണ്ട്. അവരെ നീ സ്വീകരിക്കണേ അല്ലാ, അവരെ നീ പരിഗണിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഒരുപാട് താത്തമാര്, ഒരുപാട് ഉമ്മമാര്, ഒരുപാട് മുത്തുമുഅ്മിനീങ്ങള് കമന്റിൽ പല പ്രയാസങ്ങളും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് എഴുതി വിടുന്നുണ്ട്. അവർ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ, എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഇത് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. മെൻസസുള്ള ഉമ്മമാര് ഇത് ദിക്റാണ് എന്ന നിലക്ക് എന്റെ കൂടെ ചൊല്ലുക. കാരണം ഈ ദിക്ർ, ഈ ആയത്ത് നമ്മളെ ജീവിതത്തിൽ എല്ലാ ദിവസവും പാരായണം ചെയ്യണമെന്ന് മഹാന്മാര് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഇപ്പൊ നമ്മൾക്കറിയാം, പാമ്പുകളുടെ ശല്യമുണ്ട്. പാമ്പ് കടിയേറ്റ് ഒരുപാട് ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ആഫത്ത് മുസീബത്തുകൾ ഉണ്ടാവൂല, വിഷമേൽക്കൂല, അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവൂല. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ ആയത്ത്, ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. ആത്മാർത്ഥമായി നമ്മൾക്ക് എല്ലാവർക്കും ചെല്ലാം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം,
റഹീം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ 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 റഹീം. സ്വീകരിക്കണേ റഹ്മാനെ, ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ആഫത്ത് മുസീബത്ത് എടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഷോക്കേൽക്കുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. വിഷമേൽക്കുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. കവർച്ചക്കാരെ തൊട്ട് കാക്കണേ അല്ലാഹ്. എല്ലാ ശർറുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് കാണുന്നവരെ നീ കാക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് അല്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലാം. അള്ളാഹുവിനെ ചേർത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലുക. അല്ലാഹ് അല്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 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 അല്ലാഹ് അല്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
കബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. നിന്റെ ലിഖാഹ് കാണാൻ ഞങ്ങൾക്കും മരണപ്പെട്ടു പോയവർക്കും ഭാഗ്യം നൽകണേ അല്ലാ. നിന്റെ തൃപ്തിയിലായി നിന്റെ മഹബ്ബത്തിലായി ജീവിക്കാൻ സാധുക്കളായ ഈ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. നിന്റെ മഹബ്ബത്ത് നൽകണേ അല്ലാ, നിന്റെ പൊരുത്തം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് അള്ളാഹുവിന്റെ ഇസ്മുകൾ ചേർന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഈ ദിക്റിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മളെ കൽബിലുള്ള എല്ലാ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. നമ്മളെ കൽബിലുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ. എല്ലാ ദുഃഖങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ. ആത്മാർത്ഥമായി നമുക്ക് ചെല്ലാം. ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണം. നമ്മളെ മജ്ലിസിലേക്ക് മറ്റുള്ള ആളുകളൊക്കെ നിങ്ങൾ കൊണ്ടുവരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. യാ റഹ്മാനു യാ റഹീമു യാ വദൂദു യാ അല്ലാഹ്, 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 യാ റഹ്മാനു യാ റഹീമു യാ വദൂദു യാ അല്ലാഹ്. കബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാഹ്, മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാഹ്.
ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ മുഅവ്വിദത്തൈനും ഓതിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസികിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നതി വന്നാസ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ പരമദയാലുവായ രാജാതിരാജനായ കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്, ഏറ്റെടുക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയതിന് അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾക്ക് പല പല ഉദ്ദേശങ്ങളുണ്ട്, എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ രോഗികളാണ്, ശിഫ നൽകണേ അല്ലാഹ്. കീറി മുറിക്കണ്ട രോഗങ്ങളെ തൊട്ട് കാക്കല്ല. ഹോസ്പിറ്റലുള്ള ആളുകളുണ്ട്, കണ്ണുവേദന, കാലുവേദന, ഊരവേദന, തലവേദന, പ്രഷറുള്ള ആളുകളുണ്ട് അല്ലാഹ്. അതുപോലെ തന്നെ സ്കാനിങ് പറഞ്ഞ ആളുകളുണ്ട്. പടച്ചവനെ, പ്രഷർ ഉള്ളവര്, ഷുഗർ ഉള്ളവരുണ്ട്, എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫയാക്കണേ അല്ലാ. കണ്ണുവേദന എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, ശിഫ കൊടുക്കണേ റഹ്മാനെ. വൃക്കക്ക് പ്രശ്നമുള്ള ആളുകൾ, കിഡ്നിക്ക് പ്രശ്നമുള്ള ആളുകളുണ്ട്, കാലുവേദന സഹിക്കാൻ പറ്റാത്ത കാലുവേദനയുള്ള ആളുകൾ, എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. ഹോസ്പിറ്റലുള്ള ആളുകൾക്ക് രോഗം ശിഫയായി വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ അല്ലാ. പഠിച്ചവനെ, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര ഉമ്മമാരാണ്, ഉപ്പമാരാണ്, സഹോദരിമാരാണ്. കാക്കണേ അല്ലാ. കഷ്ടപ്പാട് കാരണം, പ്രയാസം കാരണം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവരുണ്ട്. അത്തരം മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. വീട്ടിക്ക് ജപ്തിക്ക് നോട്ടീസ് വന്ന ആളുകളുണ്ട്, കാക്കണേ റഹ്മാനെ. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. തല കുനിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് നൽകണേ അല്ലാ. ദാരിദ്ര്യത്തിനെ തൊട്ട് ഭക്ഷണത്തിൽ വിശാല നൽകണേ റഹ്മാനെ. സമ്പത്തില്ലാത്തതിന്റെ പേരില് ആത്മഹത്യയുടെ വക്കിലെത്തിയ എത്ര ആളുകളാണ്, കാക്കണേ അല്ലാ. എത്ര കൊടുത്താലും തീരാത്ത നിന്റെ ഖജനാവിൽ നിന്ന് ഞങ്ങൾക്ക് ഓശാരമായി നൽകണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്നവർക്ക് നൽകണേ റഹ്മാനെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകള്, അവർക്കൊക്കെ നല്ല ജോലി കൊടുക്കല്ല, പഠിച്ച ജോലി കൊടുക്കല്ല, ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല, ആഗ്രഹിച്ച ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, വിവാഹം ശരിയാവാതെ എത്ര ആളുകളാണ് 30 വയസ്സായിട്ടും വിവാഹം ശരിയായിട്ടില്ലെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നല്ല ഇണകളെ നൽകണേ റഹ്മാനെ. വിവാഹപ്രായം എത്തിയവരുടെ വിവാഹ തടസ്സങ്ങളൊക്കെ നീക്കി കൊടുക്കണേ റഹ്മാനെ. നല്ല ദാമ്പത്യ ജീവിതം അവർക്കും ഞങ്ങൾക്കും നൽകല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലീഹങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. എത്ര ഉമ്മമാരാണ്, എത്ര ഉപ്പമാരാണ് മക്കൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. മക്കളുടെ ദുസ്വഭാവം കാരണം നീറി കഴിയുന്ന മാതാപിതാക്കളുണ്ട് അല്ലാ. വയസ്സായിട്ട് പോലും ഉമ്മയെ ഉപ്പയെ നോക്കാത്തവരുണ്ട്. ആ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ. സ്നേഹമുള്ള മാതാപിതാക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, അച്ചടക്കമുള്ള മക്കളാക്കണേ അല്ലാ. ബുദ്ധി ഊർമ്മതയുള്ള മക്കളാക്കണേ റഹ്മാനെ.
ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈറ് നൽകണേ അല്ല. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ല. സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരാക്കണേ അല്ല. നല്ല ജീവിതം നൽകണേ റഹ്മാനെ. എല്ലാ ദുസ്വഭാവങ്ങളും നീ അകറ്റണേ അല്ല. പടച്ചവനെ, ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള്, ഭാര്യ മക്കള്, കുടുംബക്കാര്, സ്നേഹിച്ചവര്, സഹായിച്ചവരുണ്ട്, ഈ മജ്‌ലിസ് കാണുന്നവരുണ്ട്, മുത്തുമുമിനീങ്ങളുണ്ട്, വല്ലുപ്പ വല്ലുമ്മമാര്, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ആളുകളുണ്ട് അല്ലാ. ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, അയൽവാസികള്, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ. ഈമാൻ നന്നാക്കി തരണേ അല്ലാ. സിഹർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. കൈവിഷത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കല്ല. ജിന്ന് ബാധയെ തൊട്ട് കാക്കണേ റഹ്മാനെ. വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മുത്തുനബിയെ സ്വപ്നം കാണാൻ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും പ്രതിയാലെ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സും കുടുംബങ്ങൾക്കും നൽകണേ റഹ്മാനെ. ഈമാൻ നൽകണേ അല്ലാ. ഞങ്ങളെ എല്ലാ മേഖലകളിലും ബർക്കത്ത് നൽകണേ അല്ലാ. ആഫത്ത്, മുസീബത്ത്, ഇടങ്ങേറുകളെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കല്ല. അപകടങ്ങളെ തൊട്ട് കാക്കല്ല. നിന്റെ കാരുണ്യം നൽകണേ അല്ലാ. സാമ്പത്തികമായ ഹല്ല് നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗമാക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേ അല്ലാ. പാരത്രിക വിജയം നൽകണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി ഈമാനോടെ നല്ല നിലക്ക് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. നിന്റെ ലിഖാഅ് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഖബർ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ലാ. ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ ഹാജത്തുകളും നടപ്പിലാക്കി കൊടുക്കണേ അല്ലാ. മസ്ലഹത്ത് നൽകണേ അല്ലാ. നല്ല ജീവിതം നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ان شاء الله. എല്ലാ ദിവസവും ഉച്ചക്ക് നമ്മുടെ മജ്‌ലിസിൽ വളരെ പ്രധാനപ്പെട്ട ചില ക്ലാസ്സുകൾ ഉണ്ടാകും. ആകെ 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ ക്ലാസ്, അതല്ലെങ്കിൽ 8 മിനിറ്റ് ഉണ്ടാവുള്ളൂ. ആ ക്ലാസ്സിലും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഉണ്ടാകും. കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയങ്ങളിൽ പങ്കെടുക്കുക. ഒരുപാട് ഉമ്മമാര് പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾക്ക് 6 മണിക്ക് പങ്കെടുക്കാൻ കഴിയില്ല, മക്കളെ മദ്രസ ഉണ്ട്, അതുപോലെ പല